ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് നിങ്ങളുടെ ബലം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം പാപം ചെയ്തു. പാപം. ദൈവം എന്ത് ചെയ്തു? അവരെ മിദ്യാന്യരുടെ കയ്യിൽ 7 വർഷത്തേക്ക് ഏൽപ്പിച്ചു. ഹല്ലേലൂയ. മിദ്യാന്യർ ഇസ്രായേലിനെ എന്ത് ചെയ്തു? ഞെരുക്കുവാൻ തുടങ്ങി. ഞെരുക്കം കൂടിയപ്പോൾ അവരെന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നിലവിളി സ്വർഗത്തിലെത്തിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു പ്രവാചകനെ അവരടുക്കലേക്ക് അയച്ചു. ഒന്നാമത്തെ പരിപാടിയാ കേട്ടോ. ദൈവം വിടുവിക്കുന്ന എങ്ങനാ? ആദ്യം അവന്റെ വചനം നിനക്ക് തരും. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും, പിന്നാണ് അവന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ ജീവിതത്തിൽ പുറപ്പെട്ടു വരുന്ന വചനം അവന്റെ പ്രവൃത്തിയുടെ പ്രാരംഭ നടപടിയാണ്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഒരു കാര്യം വിശ്വസിച്ചാട്ട്, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദൈവകരം ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ മിണ്ടാതിരിക്കുകയല്ല, മുഖം മറച്ചിരിക്കുകയല്ല. നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് തുതിച്ചാട്ടെ. ദൈവ പ്രവൃത്തി വിശ്വാസ കണ്ണാൽ കണ്ടാട്ടെ. ഹല്ലേലൂയ. അതിനുശേഷം ദൈവം തന്നെ ദൂതനെ അയച്ചു. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, ദൂതനെ അയക്കുക എന്ന് പറഞ്ഞാൽ ദൈവം വരികയാണെന്ന് അർത്ഥം. ഹല്ലേലൂയ. ദൂതൻ അരുളപ്പാട് തരുക എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കുകയാണ് എന്നർത്ഥം. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. നിന്നെ പുറപ്പെടുവിക്കാനുള്ളത്, നിന്നെ മാനിക്കാനുള്ളത് നാവിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരികയാണ്. വിശ്വസിക്കുന്നവർ, ഏറ്റെടുക്കുന്നവർ മാത്രം കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് തുതിച്ചടക്കമാണ്. ഏതു കാലത്തും ദൈവം പ്രവർത്തിച്ചത് വ്യക്തികളിലൂടെയാണ്. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട വ്യക്തികളിലൂടെ, ചില പരാക്രമശാലികളിലൂടെ, ചില ബലാത്കാരികളിലൂടെ, ചില മല്ലുപിടുത്തക്കാരന്മാരിലൂടെ, ചില ദേശത്തിന്റെ കാവൽക്കാരിലൂടെ, ചില വിശ്വാസ വീരന്മാരിലൂടെ. ഇന്ന് രാത്രിയും ചില വിശ്വാസ വീരന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് രാജ്യത്തിന്റെ വിടുതലിനായിട്ട്. മിദ്യാന്റെ കയ്യിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ ചില അഭിഷക്തന്മാരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുകയാണ്. അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. ദേശാധിപതി ലജ്ജിക്കട്ടെ. ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചത് മറ്റൊരു രാജ്യത്തിൽ നിന്നല്ല, മറ്റൊരു സ്ഥലത്തു നിന്നല്ല. ഏതു ജനം പാപം ചെയ്തോ, ഏതു ജനം ദൈവത്തെ വിട്ടുമാറിയോ, അവരുടെ ഇടയിൽ നിന്നാണ് ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചത്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഒരു സമൂഹം പാപം ചെയ്യട്ടെ, അഴുക്കാടട്ടെ, അവരുടെ നടുവിൽ നിന്ന് ചിലർ അവൻ എഴുന്നേൽപ്പിക്കുകയാണ് ജനത്തെ പുറപ്പെടുവിക്കുവാൻ. യഹോവയുടെ ദൂതൻ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക ഒരുത്തനെ കണ്ടെത്താൻ വേണ്ടി. അങ്ങനെ പോകുമ്പോൾ ഒരു മനുഷ്യൻ, അവന്റെ പേര് ഗിദയോൻ, മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിക്കുകയാണ്. എന്താ? ഗോതമ്പ് മിദ്യാനുടെ കയ്യിൽ പെടാതിരിക്കാൻ. അന്ന് മുന്തിരിക്കൊയ്ത്തിന്റെ കാലം അല്ല, ഗോതമ്പ് കൊയ്ത്തിന്റെ കാലമാണ്. ശത്രു നോക്കുന്ന എവിടേക്കാ? ഗോതമ്പ് വിളഞ്ഞു കിടക്കുന്ന വയലുകളിലേക്കാണ് ശത്രു നോക്കുന്നത്. അവിടെ കൊയ്ത്ത് വല്ലതും നടക്കുന്നുണ്ടോ? അവിടെ വല്ലതും നടക്കുന്നുണ്ടോ? ലേബലുള്ള സ്ഥലങ്ങളിൽ, മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം, അവിടെ വല്ലതും നടക്കുന്നുണ്ടോ? അവിടെ കൊയ്യുന്നുണ്ടോ? അവിടെ മെതിക്കുന്നുണ്ടോ എന്ന് ശത്രു നോക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല. എന്നാൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന മുന്തിരിച്ചക്കിനരികെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന സമൂഹത്തിലാണ്, അവഗണിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയിലാണ്. വിശ്വസിക്കുന്നവർ കരം ചേർത്ത് തുടിച്ചാണ്. മരുഭൂമിയിൽ വിലപിടിപ്പുള്ള ഒരുപാട് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്വർഗീയ അഗ്നി ഇറങ്ങി വന്ന എവിടാ?
ആർക്കും വേണ്ടാതെ തള്ളപ്പെട്ട് കിടന്ന ഒരു മുൾപ്പടർപ്പില. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. അവഗണിക്കപ്പെട്ട് കിടക്കുന്നവനെ, അവഗണിക്കപ്പെട്ട് കിടക്കുന്നവളെ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഒരു തീ അയക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏറ്റെടുക്കാൻ നീ തയ്യാറുണ്ടോ? Are you ready to receive? Hallelujah. ചേട്ടന്മാർ പലരും വീട്ടിനകത്ത് കഥ കടച്ച് തിന്നില്ലേലും വേണ്ടില്ല, കൊയ്തില്ലേലും വേണ്ടിയില്ല, മെതിച്ചില്ലേലും വേണ്ടിയില്ല, ജീവൻ കിട്ടിയാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഭയന്നു പിറച്ച് വീട്ടിനകത്ത് കുത്തിയിരിക്കുമ്പോൾ ഒരൊറ്റപ്പെട്ടൊരുത്തൻ ഓ ഹല്ലേലൂയ, വരൾച്ചകളുടെ നടുവിൽ, വരണ്ട സ്ഥലത്ത്, തകർന്നു കിടക്കുന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ടൊരുവൻ. ഹല്ലേലൂയ. ദൈവത്തിന് ആവശ്യം ഒറ്റപ്പെട്ട ചിലരെയാണ്. ചില പരാക്രമശാലികളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ചില ബലാത്കാരികളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ചില മൽപ്പിടുത്തക്കാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദേശത്തിന്റെ കാവൽക്കാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ചില വിശ്വാസവീരന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. എഴുന്നേൽക്കട്ടെ വിശ്വാസവീരന്മാർ. ഓ ഹല്ലേലൂയ. അല്ലയോ പരാക്രമശാലി, എന്നെയാണോ വിളിച്ചേ? എന്നെ അങ്ങനെ സാധ്യതയൊന്നുമില്ല. എടാ നിന്നെയാ വിളിച്ചേ. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. യഹോവ നിന്നോട് കൂടെയുണ്ട്. തകർച്ചകളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവപ്രവൃത്തി ചെയ്യുന്നവനെ തളരാതെ, തകർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, പ്രതികൂലങ്ങളുടെ നടുവിൽ, ഇടർച്ചകളുടെ നടുവിൽ, തടസ്സങ്ങളുടെ നടുവിൽ ദൈവപ്രവൃത്തി ചെയ്യുന്നവനെ നിന്നോടുകൂടെ ദൈവമുണ്ട്. ഒരുപക്ഷെ ചർച്ചക്കാരില്ലെങ്കിലും, ഒരുപക്ഷെ സഭക്കാരില്ലെങ്കിലും, ഒരുപക്ഷെ സൂപ്രണ്ടില്ലെങ്കിലും നിന്നോടുകൂടെ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരം ചേർത്തടിച്ച് തുതിച്ചാട്ടെ. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ശ്രദ്ധിച്ച് കേട്ടില്ല പറഞ്ഞത്. അയ്യോ യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഈ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുമോ? പുള്ളിക്കാരൻ ശ്രദ്ധിച്ച് കേട്ടില്ല. ദൈവം പറഞ്ഞ എന്താ? ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്നല്ല പറഞ്ഞത്, ദൈവം നിന്നോടുകൂടെയുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അത് വ്യക്തിപരമാണ്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അത് വ്യക്തിപരമാണ്. വ്യക്തിപരമായിട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, നീ വ്യക്തിപരമായിട്ട് സ്തുതിക്കാൻ തയ്യാറായാൽ, വ്യക്തിപരമായിട്ട് ആരാധിക്കാൻ തയ്യാറായാൽ, സമേത ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ, വ്യക്തിപരമായി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി വീശി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല കർത്താവ്, അങ്ങനെ പറഞ്ഞില്ല കേട്ടോ, എൻ്റെ ഭാവനയാണ്. എനിക്ക് വലിയ കുടുംബസാക്ഷരതയില്ല, എനിക്ക് വലിയ ബാങ്ക് ബാലൻസ് ഇല്ല. ചില കാര്യങ്ങൾ എനിക്കറിയാം, അതാ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നെ നടത്തുന്ന അതാ. എന്താ മോനെ നിനക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാട്ടെ, കേൾക്കട്ടെ. ഞാൻ പറയാം. എനിക്കറിയാം എൻ്റെ ദൈവം പുറപ്പെടുവിക്കുന്ന ദൈവമാണ്. മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അടിമത്തങ്ങളെ തകർക്കുന്ന ദൈവം, പ്രവാസങ്ങളെ തകർക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. അത് മാത്രമേ അറിയാവോ? അല്ല, ഇനിയും ചില കാര്യങ്ങൾ അറിയാം. എൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരനർത്ഥവും സംഭവിക്കുകയില്ല. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. എൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരനർത്ഥവും സംഭവിക്കുകയില്ല. പിശാച് എന്തെല്ലാം പ്ലാൻ തയ്യാറാകട്ടെ, പ്രസ്ഥാനങ്ങൾ എന്തെല്ലാം പ്ലാൻ തയ്യാറാകട്ടെ, സമൂഹം എന്തെല്ലാം പ്ലാൻ തയ്യാറാകട്ടെ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും എനിക്ക് ഭവിക്കുകയില്ല. അത്രേ അറിയാവണം മോനെ. അല്ല, ഇനിയും എനിക്ക് ചില കാര്യങ്ങൾ അറിയാം. എന്തറിയാം? എൻ്റെ ദൈവം എൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അവരെ അത്ഭുതകരമായി നടത്തിയെങ്കിൽ എന്നെയും അത്ഭുതകരമായി നടത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ അറിയാമോനെ? അല്ല, ഒരു കാര്യം കൂടെ എനിക്കറിയാം. അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്.
ഓ ഹല്ലേലൂയ. ഓ അത്ഭുതം ആവശ്യമായ ചിലർ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. ചില അസാധാരണ ദൈവപ്രവൃത്തി ശരീരത്തിനകത്ത് ആവശ്യമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുമെങ്കിൽ, ഏറ്റെടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ, പ്രതികരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അസാധാരണ ദൈവപ്രവൃത്തി നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ കുടുംബത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ സഭയിൽ വെളിപ്പെട്ട് വരികയാണ്. വിശ്വാസ കണ്ണാൽ അത് കാണുന്നവർ, ഏറ്റെടുക്കുന്നവർ കരം ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ come on, come on, come on, have faith in God. Come on, somebody say hallelujah, somebody shout, somebody put hands together. Hallelujah, hallelujah, hallelujah. ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, മോനെ നിന്റെ ഈ ബലത്തോടെ പോകാം. ശ്രദ്ധിക്കുക മോനെ, നിനക്ക് ഞാൻ പുതിയൊരു ശക്തി അങ്ങോട്ട് തരാൻ പോവാന്നാണ് പറഞ്ഞേ. അല്ല, ഇതാ പിടിച്ചോ ഒരു പുതിയ പവർ എന്നാണ് പറഞ്ഞേ. അല്ല, വീട്ടിൽ വായിച്ചു നോക്കിയാൽ മതി. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വായിച്ചാൽ മതി. നിന്റെ ഈ ബലത്തോടെ പോകാ. ഏതു ബലം? ദൈവത്തെ കുറിച്ചുള്ള അറിവ് എന്ന ബലം. മനസ്സിലാക്കുന്നവർക്കായി പിശാച് പറയുന്നു നീ തകർന്നു പോകും. മെഡിക്കൽ റിപ്പോർട്ട് കണ്ടായിരുന്നോ? കൊളസ്ട്രോളിന്റെ അളവറിയാവോ? ഷുഗർ എത്രയാണെന്നറിയാവോ? ഹാർട്ടിന്റെ വീക്ക്നെസ്സിനെ പറ്റി നിനക്ക് അറിയാമോ? ഹല്ലേലൂയ. നിങ്ങൾ രോഗിയാണെന്നറിയാമോ? പോടാ പിശാചേ, എന്റെ ദൈവം വലിയവനാ, എന്റെ ദൈവം വലിയവനാ, എന്റെ ദൈവം. പോടാ പിശാചേ, നിന്റെ ഒരു കണക്ക്. എന്റെ ദൈവം വലിയവനാ, എന്റെ ആവശ്യങ്ങളെക്കാൾ എന്റെ ദൈവം വലിയവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാങ്കിലോട്ട് പോയായിരുന്നോ ഈ ഇടയ്ക്കെങ്ങാണം? ജപ്തി നോട്ടീസ് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പലിശ ഇങ്ങനെ കേറിക്കൊണ്ടേ ഇരിക്കുക. വല്ലോ അറിയോ സഹോദര? ഒന്ന് ചെല്ലേ. പോടാ പിശാചേ, എനിക്ക് വേണ്ടി എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അസാധാരണ വഴികൾ എനിക്ക് വേണ്ടി തുറക്കപ്പെടും. തക്ക സമയത്ത് എനിക്ക് വേണ്ടി മാത്രമായി ചില വാതിലുകൾ തുറക്കപ്പെടും. ഓ ഹല്ലേലൂയ. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ എന്റെ തലയ്ക്ക് മീതെ അത് കവിയാതെ വേണം അതിനെ കൺട്രോൾ ചെയ്യുന്ന, അതിനെ തടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ പിശാച് പറയുന്നത് കേട്ട് ഭാരപ്പെടരുത്. മനസ്സിലാക്കേണ്ട കാര്യം, വെളിപ്പാട് ഏറ്റെടുക്കണം. എന്താ എടുക്കണം? ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരാം. ദൈവത്തിന്റെ ദാസനായ ദാവീദ് പലപ്പോഴും പറയാറുണ്ട്, എൻ മനമേ യഹോവേ. വട്ടനായ ഒരു മനുഷ്യൻ. ഓക്കെ, മനസ്സിനോട് എൻ മനമേ യഹോവേ, തലയ്ക്ക് സ്ഥിരയില്ലേ? ഹല്ലേലൂയ. ഇത് ഒരു വലിയ പാഠമാണ്. കൂടെ കൂടെ പറയണം. എന്ത് പറയണം? മനസ്സിനോട് പറയണം, എൻ മനമേ നീ ശക്തിപ്പെടുക, എൻ മനമേ നീ ധൈര്യപ്പെടുക, എൻ മനമേ നീ ദർശനമുള്ളവനാകാ, എൻ മനമേ നീ കാഴ്ചപ്പാടുള്ളവനാകാ, എൻ മനമേ നീ വെളിപ്പാടുള്ളവനാകാ, എൻ മനമേ നീ ഉറപ്പുള്ളവനാകാ, എൻ മനമേ നീ നിശ്ചയമുള്ളവനാകാ, എൻ മനമേ നീ അഭിഷക്തനാകാ, എൻ മനമേ നീ വിശ്വാസിയാകാ. കൂടെ കൂടെ മനസ്സിനോട് പറയണം, എൻ മനമേ നീ ദൈവത്തെ കുറിച്ച് വെളിപ്പാടുള്ളവനാകാ, എൻ മനമേ നീ നിന്റെ ചാർച്ചക്കാരെ കുറിച്ച് വെളിപ്പാടുള്ളവനാകാ, എൻ മനമേ നീ വചനത്തെ കുറിച്ച് വെളിപ്പാടുള്ളവനാകാ. ഞാൻ പറയാൻ വന്ന കാര്യം, ഏറ്റവും രക്തബന്ധുവിലൂടെ പിശാച് നിങ്ങളോട് സംസാരിക്കും. നിരാശപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. എന്ത് പറയണം? എൻ്റെ ദൈവം വലിയവനാ. പിശാച് പറയുന്നു നീ തകർന്നു പോകും, നീ തുരുമ്പിച്ചു പോകും, നീ ഒഴിഞ്ഞു പോകും. പിശാചിനോട് പറ, എന്നെ കോൺട്രാക്ട് കൊടുത്ത് പണിഞ്ഞതല്ല, ഞാൻ അവന്റെ മഹത്തായ കൈപ്പണിയാ. ഹല്ലേലൂയ. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ തന്നെ സൈന്യങ്ങളെ ചെയ്യുന്നു. അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ.
മഹാദൈവമായതുകൊണ്ട് എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വാതിലുകൾ അത് മഹാവാതിലുകൾ അത്രേ. എൻ്റെ ദൈവം മഹാദൈവമായതുകൊണ്ട് എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വഴികൾ അത് മഹാവഴികൾ അത്രേ. എൻ്റെ ദൈവം മഹാദൈവമായതുകൊണ്ട് എനിക്ക് വേണ്ടി പകരപ്പെടുന്ന കൃപ അത് മഹാകൃപയത്രേ. എൻ്റെ ദൈവം മഹാദൈവമായതുകൊണ്ട് എനിക്ക് വേണ്ടി പകരപ്പെടുന്ന സമാധാനം അത് മഹാസമാധാനം അത്രേ. എൻ്റെ ദൈവം മഹാദൈവമായുണ്ട് എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വാതിലുകൾ മഹാവാതിലുകൾ അത്രേ. വിശ്വസിക്കുന്നവർ കരമുയർത്തി വീശി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Come on. Hallelujah. നീ എന്ത് വിശ്വസിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നീ അനുഗ്രഹം പ്രാപിക്കുന്നത്. നീ യേശുവിനെ അത്ഭുത മന്ത്രി എന്ന് വിശ്വസിച്ചാൽ നിനക്ക് എന്തോ കിട്ടും? അത്ഭുതം കിട്ടും. നീ യേശുവിനെ വീര്യം പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ എന്തോ കിട്ടും? വീര്യപ്രവർത്തി കിട്ടും. നീ എന്ത് വിശ്വസിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നീ അനുഗ്രഹം പ്രാപിക്കുന്നത്. ഗിദെയോനോട് പറഞ്ഞു, ഈ ബലത്തോടെ പോകാ. എന്താ ബലം? ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ബലം. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എന്നോട് ചേർന്ന് പറയുന്ന വാക്കുകൾ ഏറ്റു പറയാം. യേശുവേ, അങ്ങയെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. നിന്റെ മകനായി, യേശുവിന്റെ മകനായി വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ കൃപ. സ്വർഗീയ പിതാവേ, വാഞ്ചയോടെ പ്രതീക്ഷയോടെ കരങ്ങൾ നീട്ടിയിരിക്കുന്ന ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. വിശാലിന്റെ പ്ലാൻ പൊളിയട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, തടസ്സങ്ങൾ വഴിമാറട്ടെ, ഇരുളുകൾ വഴിമാറട്ടെ, വെളിച്ചം പ്രകാശിക്കട്ടെ, പാരമ്പര്യ ശാപങ്ങൾ പൊട്ടി മാറട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ, താമ്ര കഥകൾ തകരട്ടെ, ഇരും ഓടാമ്പലുകൾ ഒടിയട്ടെ യേശുവിന്റെ നാമത്തിൽ. കടഭാരങ്ങളാൽ ഭാരപ്പെട്ട് പുറപ്പാടില്ലാതെ, പുരോഗതിയില്ലാതെ, ഉദ്ധാരണമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ നാമത്തിന്റെ ശക്തിയാൽ, ഞങ്ങളുടെ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ആ കടഭാരങ്ങൾ അടങ്ങട്ടെ. ചെയ്തനായി സ്തോത്രം, വിടുതലിനായി സ്തോത്രം, പുറപ്പാടുകൾക്കായി അനുഗ്രഹത്തിനായി സ്തോത്രം. കാറ്റും കടലും ശാസിച്ചപ്പോൾ അമർന്നതുപോലെ ആ കടഭാരങ്ങളും അമർന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രക്തമുദ്രയാകട്ടെ യേശുവിൻ നാമത്തിൽ. ഞങ്ങളുടെ മേൽവിലാസം ബ്രദർ ബിനു ജോസ് ചാക്കോ, പ്രയർ നെറ്റ് മിനിസ്ട്രീസ്, ജോസ് വില്ല, KLRA 16, മുണ്ടയ്ക്കൽ, കൊല്ലം 1, കേരള.